പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ആത്മാർത്ഥതയോടെ ഉത്സാഹത്തോടെ സമയത്ത് തന്നെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. റോമാ ലേഖനം പ്രിയ പാസ്റ്റർ ഷാജൻ പാറക്കടവൻ മുഖാന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന്, ഇത് ലൈവായിട്ട് കേൾക്കുന്നവർ, പിന്നീട് ഇത് ശ്രവിക്കുന്നവർ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഒരനുഗ്രഹമായി തീരേണ്ടതിന്, കർത്താവ് തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാള് ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാളുടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ, അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിതമാകുന്ന നല്ല സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മക്കളാകുന്ന അടിയങ്ങൾ കർത്താവെ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ തക്കവണ്ണം ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവഭക്തന്മാരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ശേഷാൽ കർത്താവെ, ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ഭൃത്തിനെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. അനേകർക്ക് കർത്താവെ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതിന്റെ മർമ്മങ്ങളെ ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ഭക്തന്മാർക്ക് കൃപ കൊടുത്തു. അത് വാരി വിതറുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവമേ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ അപ്പാ സ്തോത്രം, പ്രത്യേകിച്ച് പഠിക്കുവാൻ തക്കോണമായിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. അഭിഷിക്തന്മാരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങളായി തീരുവാൻ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കോണം കർത്താവെ, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, അത് പഠിച്ചെടുക്കുവാനൊക്കെയും കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിധി ബോധത്തോടെ ഇരിപ്പാൻ തക്കോണം, ആത്മാവിന്റെ നിറവിലായിരിക്കാൻ തക്കോണം, പ്രാർത്ഥനയോടെ ആയിരിക്കാൻ തക്കോണം ഈ അറിവ് പകർന്നു കിട്ടുവാൻ ഞങ്ങളെ തന്നെ മുറ്റുമായി താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. അപ്പാ, ഇത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നത് കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഏറ്റവും ശക്തിപ്പെടുവാൻ സ്വർഗം സഹായിക്കുമാറാകണം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ സ്തോത്രം. ഇന്ന് പ്രത്യേകിച്ച് കർത്താവെ, അപ്പാ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ക്ലാസ്സിന് വേണ്ടി ഒരുക്കപ്പെട്ട തന്നെ ഭക്തനെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ശേഷിക്കുന്ന 1 മണിക്കൂർ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തെ പകർന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. കർത്താവായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു പാസ്റ്റർ ബാബുജി. വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആ കുടുംബം ഒരു ദൈവദാസനും കുടുംബമാണ്. എല്ലാ ദിവസവും വളരെ ആത്മാർത്ഥതയോടെ ജോയിൻ ചെയ്യുന്ന കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം, നിങ്ങളൊക്കെ പഠിക്കുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. ഇതുപോലുള്ള സീനിയർ ശുശ്രൂഷകന്മാരൊക്കെ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു അഭിമാനമാണ്. ദൈവം സഹായിക്കട്ടെ, ശുശ്രൂഷയെ മാനിക്കട്ടെ. തുടർന്ന് ക്ലാസ് എടുക്കുവാൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കേൾക്കാം എന്ന് വിചാരിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം കർത്താവിന്റെ ദാസൻ പ്രിയ ലാലിച്ചാൻ, അതുപോലെ തന്നെ ഈ സംബന്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസിന്റെ നോട്ടുകൾ ഞാൻ പങ്കുവച്ചിരുന്നു. ഗ്രൂപ്പിൽ ലാലിച്ചാൻ അത് പങ്കുവച്ചിട്ടുണ്ട്. ഇംഗ്ലീഷും മലയാളവും, ഇംഗ്ലീഷിന്റെ PDF ചിലർ ചോദിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ലഭ്യമാക്കുന്നെങ്കിൽ ഉപകാരം. നിങ്ങളെല്ലാവരും ആ നോട്ട് പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുകയോ ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ, എല്ലാ ക്ലാസ്സുകളും വളരെ അനുഗ്രഹമായി പോകുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച എന്ന് ഓർപ്പിക്കുന്നത് പോലെ ഈ വീഡിയോ ഒക്കെ ഓണാക്കാൻ താല്പര്യമുള്ള സാഹചര്യമുള്ള ആളുകൾ അതൊക്കെ ഒന്ന് ഓണാക്കി വെക്കാമെങ്കിൽ സന്തോഷമായിരിക്കും. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം നമ്മൾ വളരെ ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി സംബന്ധിക്കുന്നതിലും പഠിക്കുന്നതിലും താല്പര്യം കാണിക്കുന്നതിനും പ്രത്യേകം നന്ദി. നിങ്ങൾക്കൊരു അസൈൻമെന്റ് പോലെ ഞാൻ പറഞ്ഞിരുന്നു, അതിന്റെ അധ്യായങ്ങൾ വായിക്കണമെന്ന്. എത്ര പേര് വായിച്ചു എന്ന് എനിക്കറിയില്ല, എങ്കിലും വായിക്കുന്ന നിങ്ങൾക്ക് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിക്കണമെന്നുള്ള അറിയിപ്പോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമ്മൾ 1-ാം അധ്യായത്തിലേക്കാണ് പ്രവേശിച്ചത്. അതിന്റെ
വന്ദനം അഥവാ 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വാക്യം പ്രതി വാക്യമായിട്ട് നമുക്ക് ചിന്തിക്കുക വലിയ പ്രയാസമുള്ള കാര്യം തീരത്തില്ല ഈ പുസ്തകം. അതുകൊണ്ട് കഴിവതും ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം തൊടുകുറിയായി പറഞ്ഞു ബാക്കി നോട്ടിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഫുട് നോട്ട് കൂടി, ഈ റഫ് നോട്ട് കൂടി ഒന്ന് എഴുതിയെടുത്ത് മുൻപോട്ട് പോകണം എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുക, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട 1-ാം അധ്യായത്തിലെ പ്രാരംഭ വാക്യങ്ങളിൽ സല്യൂട്ടേഷൻ അഥവാ വന്ദന വാക്യമായി പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിലെ ഒരു പ്രധാന വാക്യമാണ് യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന പദം. പൗലോസ് തന്റെ വാക്യങ്ങളിൽ, തന്റെ ലേഖനങ്ങളിലെ മുഖവരകളിൽ ആമുഖമായി, തൊടുകുറിയായി, തലക്കുറിയായി താൻ എഴുതുന്ന നിരവധി വാക്യങ്ങളിൽ തന്റെ വ്യക്തിവിശേഷം, താൻ ആരാണെന്ന് കൃത്യമായി വായനക്കാരെ ബോധിപ്പിക്കുവാൻ വേണ്ടി വ്യത്യസ്തമായ വൈവിധ്യമായ പദങ്ങൾ താൻ ഉപയോഗിക്കാറുണ്ട്. അതിലൊരു പദമാണ് ക്രിസ്തുവിന്റെ ദാസൻ എന്ന പദം. നമുക്കറിയാം, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല അറിവുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വിശദമാക്കേണ്ട കാര്യമില്ല. സ്വന്തമായി നമുക്ക് അഭിമാനത്തോടു കൂടി മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ വളരെ ഉറക്കെ പറയാൻ, ഞാൻ അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കുന്നത്, ഉറക്കെ പറയാൻ പറ്റുന്ന നിരവധി സംഗതികൾ അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ, അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന നിരവധി കാര്യങ്ങൾ ഉള്ള ഒരാളാണ് പ്രിയ ഈ ലേഖനകർത്താവായിരിക്കുന്ന പൗലൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലേഖനങ്ങളിൽ താൻ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദങ്ങളിൽ ഒന്ന് യേശുക്രിസ്തു ദാസൻ എന്ന പദമാണ്. ഇനി ശ്രദ്ധിക്കുക, നമുക്കറിയാം നമ്മുടെ ഈ പഠനമുറികളിൽ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന നിരവധി കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓടിയെത്തുന്ന നിരവധി കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഒന്ന് അഭിമാനിക്കാനുണ്ടെങ്കിൽ, അഭിമാനത്തോടു കൂടി പറയാനുണ്ടെങ്കിൽ വളരെ ആർജവത്തോടു കൂടി ഉറക്കെ പറയുന്ന ആളുകളാണ് നമ്മൾ. ആ കാര്യം നമുക്ക് ബ്ലഡ് റിലേഷൻ അല്ലാതെ പോലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വഴിയിൽ ഒരു തായ് വഴിയായെങ്കിലും ഒരു ബന്ധമുള്ള അറിയപ്പെടുന്ന ആളുണ്ടെങ്കിൽ എന്നെയാളെന്ന് പറയാൻ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. നമ്മളിൽ ദൈവം സാംശീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു കഴിവ് 10 പേർ അറിയത്തക്ക നിലയിൽ നമ്മൾ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകൾ. ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെയാണ്. അതൊരു നമ്മുടെ ഒരു ജീവിതത്തിന്റെ ശൈലിയാണ്. അല്ലേ? ശ്രദ്ധിച്ചേ. പക്ഷേ പൗലോസ് തന്റെ വാക്കിൽ താൻ ഉപയോഗിക്കുന്ന ഒരു പദം ക്രിസ്തുവിന്റെ ദാസൻ എന്ന പദം. ഇനി ഈ ദാസൻ എന്ന വാക്കിന് ഗ്രീക്ക് പദത്തിന് ഡൂലോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൂലോസ്, DOULOS, ഡൂലോസ്. അതിന്റെ അർത്ഥം അടിമ, ബന്ധിക്കപ്പെട്ട മനുഷ്യൻ എന്ന, അല്ലെങ്കിൽ ദാസ്യാവസ്ഥയിലുള്ളവൻ, ഇങ്ങനെയൊക്കെയാണ് അതിന് പറയുക. എ സ്ലൈവ്, എ bound man, a man of living in a condition, a person who living in a condition. Such a person is known as a slave. He doesn't have any his own right or anything else. Rather, he obligated to somebody's. ചില കാര്യങ്ങൾക്ക് വേണ്ടി സ്വയമായി താൻ ആഗ്രഹിക്കാം, പക്ഷേ അനുഭവിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ ഉഭയസമ്മതത്താൽ മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ അടിമകൾ എന്ന് പറയുക. മറ്റുള്ളവരുടെ ഉടമസ്ഥാവകാശത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ അവസ്ഥയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നിയന്ത്രണത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയായിത്തീരുക. ശ്രദ്ധിക്കുക, അതാണ് ഡ്യൂലോസ് എന്ന പദം. മറ്റുള്ളവരുടെ ഹിതത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ തങ്ങളെ തന്നെ ഉപയോഗിക്കാൻ മറ്റുള്ള ആൾക്ക് തീരെഴുതി കൊടുക്കുക. തങ്ങളുടെ ജന്മാവകാശങ്ങൾ, തങ്ങളുടെ സകല അവകാശങ്ങളും ഒരു വ്യക്തി എന്ന നിലയിൽ സ്വാതന്ത്ര്യങ്ങളൊക്കെ മറ്റൊരാൾക്ക് തീരെഴുതി കൊടുക്കുക. ഇങ്ങനെയുള്ള ആളുകളെയാണ് അടിമകൾ എന്ന് പറയുക. ഇവിടെ പൗലോസ് അവന്റെ ഹിതപ്രകാരം ജീവിതത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ ഹിതപ്രകാരമുള്ള ജീവിതത്തിനായി ഏൽപ്പിക്കപ്പെട്ട ദാസൻ, ഇതാണ് പൗലോസ് ഇവിടെ പറയുന്ന പദം.
എന്ന് പറഞ്ഞാൽ സ്വയം ബന്ധിക്കപ്പെട്ട വ്യക്തി, അതാണ് ശരിയായ അർത്ഥം എന്ന് പറയുന്നത്. ഈ ശ്രദ്ധിച്ചേ, ഒരു യജമാനന് ഒരു അടിമ കൊടുത്തു തീർക്കേണ്ടതിന് ബാധ്യതയായിരിക്കുമ്പോൾ അവന് വേണ്ടി ആയുഷ്കാലം മുഴുവൻ വേല ചെയ്യുവാൻ, ജോലി ചെയ്യുവാൻ വിധിക്കപ്പെടുന്ന ആളുകളെയാണ് അടിമകൾ എന്ന് പറയുക. ബാധ്യത തീർന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അവന് പോകാം. പക്ഷേ ഒരു ദാസനായി തുടരാനുള്ള അവകാശം അവനുണ്ട്. അതവന് തീരുമാനിക്കാം. കാരണം മറ്റു ഏതൊരു യജമാനനേക്കാളും താൻ സ്വതന്ത്രമായി ഇനി ഭൂമിയിൽ വിഹരിക്കാൻ ആഗ്രഹിച്ചാൽ പോലും, ജീവിക്കാൻ ആഗ്രഹിച്ചാൽ പോലും തനിക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നതിനപ്പുറം ഈ യജമാനന്റെ അടിമയായി നിന്നാൽ തനിക്ക് സ്വീകരിക്കാൻ കഴിയും എന്ന ബോധ്യത്തിൽ ഒരുവൻ തന്നെ തന്റെ സകല സ്വാതന്ത്ര്യങ്ങൾ, താൻ എന്ന വ്യക്തിയെ സ്വയം ക്രൂശിച്ച് താൻ മറ്റൊരാൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് വാസ്തവത്തിൽ അടിമ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെയും ഈ ബന്ധിക്കപ്പെട്ട ദാസൻ, ഡ്യൂലോസ് എന്ന വാക്കാണ് പൗലോസ് മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം അവന് സ്വന്തം ജീവിത പദ്ധതികളില്ല, അവന് സാമ്പത്തികമില്ല, അവന്റെ ചിന്തകളുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ അനുവാദമില്ല, സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെ ഒരു യജമാനന് വേണ്ടി ആയുഷ്കാലം മുഴുവൻ ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം. ഇതാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ഈ കേരളത്തിൽ അടിമ ഉടമ അവസ്ഥാവിശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരം നിലവിൽ ഉണ്ടായിരുന്ന കാലം നമുക്കറിയാം. ഞാൻ കോട്ടയംകാരനാണ്. കോട്ടയത്തെ തിരുനക്കര മൈതാനം എന്ന് പറയുന്നത് കോട്ടയം പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ്. ഒരു വിശാലമായ, ഇത്ര വിശാലമല്ല എങ്കിൽ പോലും ഒരു ഗ്രൗണ്ട്. അവിടെ അടിമകളെ കൊണ്ടുവന്ന് വിലപേശി വിൽക്കുന്ന ഇടമായിരുന്നു ആ തിരുനക്കര മൈതാനം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ താല്പര്യം മനസ്സിലായോ? അപ്പം പൗലോസ് തന്റെ എഴുത്തിലൂടി തന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത് താൻ ക്രിസ്തുവിന്റെ അടിമയാണ് എന്ന് താൻ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കണം, വളരെ പ്രസക്തമായ ഒരു വാക്കാകട്ടെ, നമ്മൾ സാധാരണയായി പറഞ്ഞു വിടേണ്ട ഒരു കാര്യമല്ല. അഭിമാനിക്കാൻ ഒരുപാടുണ്ട്. റോമൻ പൗരത്വമുള്ള വ്യക്തിയാണ്, അത് വില കൊടുത്തു വാങ്ങിക്കാത്ത വ്യക്തിയാണ്. ഗമാലിയലിന്റെ അല്ലെങ്കിൽ ഹില്ലേ ഷമായി സ്കൂളുകളിൽ പഠിച്ച ആളാണ്, പരീശനാണ്. എന്ന് പറഞ്ഞാൽ നയപ്രമാണത്തെ അതിന്റെ വള്ളിയും പുള്ളിയും തെറ്റാതെ, വിസർഗവും തെറ്റാതെ, അതിന്റെ ലസാഗു ഉസാഗു കണ്ട് ജനത്തെ മുടി നാരിഴ കീറി ന്യായപ്രമാണം വെച്ച് വിധിക്കാൻ താൻ സന്നിധി സംഘത്തിന്റെ അംഗമായിരുന്നു. അങ്ങനെ ഒരുപാട് അഭിമാനിക്കാനുള്ള വ്യക്തിയും അതെല്ലാം എന്നേക്കുമായും മറന്നിട്ട് പാടേ മൊഴി ചൊല്ലിയിട്ട് താൻ പറയുന്നു, എനിക്കിനി സ്വാതന്ത്ര്യമില്ല, എനിക്കിനി ചിന്തയില്ല, എനിക്കിനി അവകാശങ്ങളില്ല, എനിക്ക് പാരതന്ത്ര്യം മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യമല്ല, പാരതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കണമെങ്കിൽ മറ്റൊരാളുടെ അവകാശത്തിന്റെ അല്ലെങ്കിൽ അനുവാദത്തോടു കൂടി മാത്രമേ ആകാവൂ എന്ന് ചിന്തിക്കുന്ന, സ്വയം അടിമയായി പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ ഡ്യൂലോസായി സ്വയം അടിമയായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പൗലോസ് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഈ ഒരു ക്രിസ്തു വിശ്വാസിയുടെയൊക്കെ, ഒരു ക്രിസ്ത്യാനിയുടെയൊക്കെ ഏറെ ഉറക്കെ പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ അടിമയാണ് എന്ന്. പക്ഷെ നമ്മൾ അത്ര പേര് പറയും, നമ്മളൊക്കെ ഈ ദാസന്മാരെന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് ഏതോ ഒരു കുറച്ചിൽ വന്ന ഈകഴ്ത്തുന്ന പദമായിട്ടോ അല്ല ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ട പദമായിട്ടോ, നമ്മളൊക്കെ ഒരു അരാജകത്വം നിറഞ്ഞൊരു പദമായിട്ടോ, ചിലരെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമായിട്ടോ ഒക്കെയാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. അത് നമ്മൾ കുറച്ചും കൂടി മോഡേണൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബ്രദർ, അല്ലേ? ബ്രദർ പോട്ടെ, ഞാനത് വിശദീകരിക്കുന്നൊന്നുമില്ല. നമുക്ക് സുന്ദരമായ പേരുള്ളപ്പം നമ്മളെ ബ്രദർ എന്നാ ചെയ്യുന്നു, അല്ലേ? നമുക്ക് സുന്ദരമായ നല്ല പേര് നമുക്ക് നമ്മളെ പാരൻസ് ഇട്ടിട്ടുണ്ട്. അപ്പുറം നല്ലൊരു പേരുള്ളപ്പോഴാണ് ബ്രദർ, അല്ലെ സിസ്റ്റർ. എന്തിനത്? പേര് വിളിച്ചുകൂടെ? പേര് വിളിച്ചാൽ മതിയെന്നേ, അതല്ലേ നല്ലത്, അല്ലേ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അതിനോട് ഈ ബ്രദർ എന്ന് പറഞ്ഞ് രണ്ടാംകിട പൗരനായി തരം താഴ്ത്തപ്പെടുന്ന
ഒരവസ്ഥാവിശേഷം നമ്മുടെ ആത്മീയ സംസ്കാരത്തിൽ ഉള്ളതുകൊണ്ട് അതിനോടൊത്തും തന്നെ യോജിക്കാനും വിഘടിക്കാനും എതിർക്കാനും അത് നോ എന്ന് പറയാനും ഒക്കെ എപ്പോഴും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞത്, നമ്മെ തന്നെ സമന്മാരായി കാണാനായിട്ട് ഉള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം, ഒരു മാനസിക ആരോഗ്യം നമുക്കുണ്ടാവണം. ഞാൻ ദാസനാണെന്ന് പറയുമ്പോൾ ഒട്ടും കുറവുള്ളവനല്ല, മറിച്ച് ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യാം, ഒരു വലിയ, എന്താ പൗലോസ് ഇത് പറയാൻ കാര്യം അറിയാമോ, ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് ഞാൻ എന്റെ സ്വാതന്ത്ര്യം മറ്റുള്ള ആളുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല. എന്റെ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ മറ്റുള്ള ആളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ, അവകാശത്തിന്മേൽ, ഒന്നുകൂടെ ഞാൻ പറയാം, എന്റെ സ്വാതന്ത്ര്യം കൊണ്ട് മറ്റൊരാളുടെ അവകാശത്തിന്മേൽ കൊടി നാട്ടി സ്ഥാപിച്ചിട്ട് അവരെ അടിമയാക്കാനുള്ള ഒരു 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 അവസ്ഥയിൽ ഞാൻ ആകുന്നു എന്ന് സ്വയം ചിന്തിക്കാതെ നിങ്ങളെ പോലെ തന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ട് ക്രിസ്തുവിനെ മുഴുവൻ തീരെഴുതി കൊടുത്തു എന്ന്. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. എന്നെ തീരെഴുതി കൊടുത്തു എന്നുള്ളതാണ് എന്റെ ഉടമസ്ഥാവകാശം. ഇനി ക്രിസ്തുവിലാണ്, ഞാൻ വെറും ദാസൻ മാത്രം എന്ന് താൻ പറയുന്നു. ഇനി രണ്ടാമത്തെ പദം ഇതാണ്, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. താൻ തന്നെ കുറിച്ച് പറയുകയും മറ്റുള്ള അഭിസംബോധന ചെയ്യുമ്പോൾ അവരെ സല്യൂട്ടേഷൻ നടത്തുന്നത്, അവരെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന്. 1:3. ഈ ലേഖനത്തിൽ നേരിട്ടുള്ള സ്വീകരണകർത്താക്കൾ റോമൻ സഭാവിശ്വാസികളാണെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് കാണാൻ കഴിയും. അടുത്ത വാക്യം അവരെ വന്ദനം ചെയ്യുന്നുണ്ട്. അപ്പം 4-ാം വാക്യം റോമിൽ എല്ലാ വിശ്വാസികളെയും വന്ദനം ചെയ്യുന്നത് കൊണ്ട് തന്നെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന് നാമകരണത്താൽ അഭിസംബോധന ചെയ്യുന്ന ആളുകൾ റോമിലെ സഭാവിശ്വാസികളാണ്, അല്ലെങ്കിൽ ഈ ലേഖനത്തിന്റെ സ്വീകരണകർത്താക്കളാണ്. അദ്ദേഹം 3 സവിശേഷതകളാണ് ഇവരെ കുറിച്ച് എടുത്തു പറയുന്നത്. ഒന്ന്, അവർ ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? വീട് കൂടുതലാണ്. ഓക്കെ. ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവരാണ്. ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവർ. 2, രക്ഷയ്ക്കായി താൻ വന്ദനം ചൊല്ലുന്ന ആളുകളുടെ സവിശേഷതയാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന്റെ, ശ്രദ്ധിച്ച്, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന് പൗലോസ് നാമകരണം ചെയ്ത് അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ, സല്യൂട്ട് ചെയ്യുമ്പോൾ, വന്ദനം ചൊല്ലുമ്പോൾ അവരാരാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു നല്ല ബോധ്യം തനിക്കുണ്ട്. അവരെ ഇങ്ങനെയാണ് താൻ വിശേഷിപ്പിക്കുന്നത്, അവർ ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവരാണ്. ശ്രദ്ധിച്ചേ, ഇതുവരെ കാണാത്ത, വ്യക്തിപരമായി ഒരു ബന്ധം പുലർത്താത്ത, ഒരു ബന്ധവുമില്ലാത്ത, ഇതുവരെ നേരിട്ട് കാണാത്ത, വ്യക്തിപരമായ ഒരു ബന്ധമില്ലാത്ത ഒരു കൂട്ടം ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ എത്ര പൊളൈറ്റ് ആയിട്ടാണ്, എത്ര ഭവ്യതയോടു കൂടിയാണ്, എത്ര ബഹുമാന പുരസ്സരത്തോടു കൂടിയാണ്, ഹൃദയം പങ്കുവെച്ചോടുകൂടി അവരെ ഹൃദയപൂർവ്വം അംഗീകരിച്ചുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടയാൾ. ശ്രദ്ധിച്ചേ, പൗലോസ് ഇവിടെ ഒരു ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഒരു വിശദീകരണം കൂടിയാണ് മൗനമായിട്ട് ഇവിടെ നമ്മളോട് പറയുന്നത്. ആരും ദൈവത്തിന് അന്യരല്ല എന്ന് പറഞ്ഞാൽ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവരാണ്. ദൈവത്തിന് മക്കളെ ഉള്ളൂ, പ്രിയ മക്കള് ഉണ്ട്, അല്ലെങ്കിൽ കൊച്ചുമക്കളും ബന്ധുക്കളും ചാർച്ചക്കാരും പിന്നെ മാവിയുടെയും അമ്മാവയുടെയും പിന്നെ കുഞ്ഞമ്മയുടെ മക്കളൊന്നുമില്ല. ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. നമുക്കാണ് ഇതെല്ലാം ഉള്ളത്, അല്ലേ? നമുക്കാണ് ഇതെല്ലാം ഉള്ളത്. ശ്രദ്ധിച്ചേ, അപ്പൊ ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. ഇതുവരെ കാണാത്ത ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ആ വലിയ മനസ്സിന്റെ ആ വലിപ്പമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. രണ്ടാമത്, രക്ഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നമുക്കറിയാം, ഈ ലേഖനം എഴുതുമ്പോൾ ആ സഭയുടെ സംസ്കാരം, സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വലിയ തർക്കം നിലനിൽക്കുന്ന സമയത്താണ്. നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കേട്ടിട്ട് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു കൂട്ടരം മാത്രം കേട്ടിട്ട് നമ്മൾ പറയും, അവരങ്ങനെയാ, ഇവരെങ്ങനെ, നമ്മളിങ്ങനെ ഒരു മാനുഷികമായ വേർതിരിവുകളൊക്കെ നടത്തും. പക്ഷേ ഒരു തർക്കം നിൽക്കുന്ന ഒരു സഭയിലേക്ക് അവരുടെ തർക്കം പരിഹരിക്കാനും അവരെ ഒന്ന് വന്ന് കാണണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് താൻ പറയുന്നു, രക്ഷയ്ക്കായി നിങ്ങൾ വിളിക്കപ്പെട്ട ആളുകളാണ്. മൂന്നാമത്, ഈ രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് നിങ്ങൾ വിശുദ്ധരായി തീർന്നത്. അവർ പ്രിയപ്പെട്ടവരാണ്, അവർ വിളിക്കപ്പെട്ടവരാണ്, അവർ വിശുദ്ധരാണ്. ഇതാണ് പൗലൂസിന്റെ 3 പദപ്രയോഗങ്ങൾ. ഒന്നുകൂടി ഞാൻ പറയുന്നു, അവർ പ്രിയപ്പെട്ടവരാണ്, അവർ രക്ഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്, അവർ വിശ്വാസം മൂലം, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം വിശുദ്ധരായ ആളുകളാണ്.
ഇതാണ് 1-ാം അധ്യായത്തിന്റെ ഈ വന്ദന സ്വരത്തിൽ താൻ പറയുന്ന 3 സവിശേഷതകളായി ഇതിന്റെ സ്വീകരണ കർത്താക്കളെ കുറിച്ച് പറയുന്ന വാക്കുകൾ. ഇനി ശ്രദ്ധിക്കുക, അടുത്തത് ഈ പദം പൗലോസിന്റെ ലേഖനത്തിൽ അല്ലെങ്കിൽ റോമാലേഖനത്തിലും ഈ വന്ദന സ്വരം പറയുന്ന 1-ാമത്തെ വാക്കുകളിലെ ഒരു പദം ദൈവത്തിന്റെ സുവിശേഷം എന്നാണ്. റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് താൻ ആ കാര്യം അവതരിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ സുവിശേഷം. ശ്രദ്ധിച്ചേ, പൗലോസ് ഈ വാക്യങ്ങളിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട ദൈവത്തിന്റെ സുവിശേഷം എന്ന വാക്കിലൂടെ താൻ അവതരിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതേതൊക്കെയാണ് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, സുവിശേഷം ദൈവം വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. 1-ാമത്തെ പോയിന്റ് എന്താ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സുവിശേഷം, സുവിശേഷം എന്ന വാക്ക് നമുക്കറിയാം സദ്വാർത്ത, സദ്വാർത്ത, ഗുഡ് ന്യൂസ്. അപ്പം ആ സുവിശേഷം എന്ന് പറയുന്നത് പൗലോസ് ഒരു പുതിയ അജണ്ടയായി അവതരിപ്പിക്കുകയോ പൗലോസ് ഒരു പുതിയ കാര്യപരിപാടിയുടെ വിശദീകരണമായിട്ടോ അതിന്റെ മുഖവരയായിട്ടോ അതിന്റെ ശീർഷകമായിട്ടോ ടൈറ്റിലായിട്ടോ അല്ലെങ്കിൽ താൻ സ്വയം രൂപപ്പെടുത്തിയ ഒരു ചിന്താ സരണിയായിട്ടോ അല്ലെങ്കിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി പങ്കുവെക്കുമ്പോൾ, ജീവിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തോട് കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ താൻ ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ താൻ കണ്ടെത്തിയ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടോ പിന്നീട് വിശുദ്ധന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത വിശുദ്ധമായ പവിത്രമായ എന്തോ ഒന്ന് ആണ് എന്നല്ല പൗലോസ് പറയുന്നത്. മറിച്ച് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നതിന്റെ ആധികാരികത, സുവിശേഷത്തിന്റെ ആധികാരികത അല്ലെങ്കിൽ അതിന്റെ പൗരാണികത, അതിന്റെ പൂർവാസ്തിക്യം എന്ന് പറയുന്നത് ദൈവം വിശുദ്ധ രേഖകളിൽ കൂടി മുൻകൂട്ടി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതാണ്. Gospel is given by forefathers, that means prophets. വിശുദ്ധ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതാണ് സുവിശേഷം. എന്താ പ്രവാചകന്മാരാരാണ്? പ്രവാചകന്മാരാരാ? മുൻപോട്ട് തള്ളി പുറകോട്ട് വലിക്കുന്ന അനുഭവം, മുൻപോട്ട് തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉയർച്ചയില്ല, അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല, മുൻപോട്ട് തള്ളി പുറകോട്ട് വലിക്കുന്ന അനുഭവം, കടന്ന് ചുഴിക്കുറ്റി കിടന്ന് കറങ്ങുന്ന പോലെ എന്ന് പറഞ്ഞാൽ വട്ടം കറങ്ങും, ഒരു ഉയർച്ചയില്ല, നിന്ന് കറങ്ങുക. നമ്മുടെ ഭാവി ഭൂത വർത്തമാന കാലങ്ങളെ കുറിച്ചുള്ള വിശദീകരണം പറയുന്ന ആളുകൾ അവരാണ് പ്രവാചകന്മാർ. അവരെയും നമ്മൾ പ്രവാചകന്മാരെന്ന് പറയും. ഓക്കെ, അതിനെനിക്ക് വിരോധമില്ല. പക്ഷേ പ്രവാചകന്മാരെന്ന് പറയുന്നത് ദൈവത്തിന്റെ നാവായി, ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ നാവായി ദൈവിക കാര്യങ്ങൾ മനുഷ്യനോട് വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ നാവാണ് വാസ്തവത്തിൽ പ്രവാചകന്മാർ എന്ന് പറയുന്നത്. പഴയ നിയമത്തിന്റെ ഏടുകളിൽ, പഴയ നിയമത്തിന്റെ രേഖകളിൽ, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ജനത്തിന്റെ മധ്യത്തിൽ ജനത്തെ കൃത്യമായി വഴി നടത്താനും ദൈവിക അരുളപ്പാട് കൃത്യമായി അറിയിക്കാനും ഒപ്പം തന്നെ അവരുടെ ജീവിതക്രമങ്ങളിൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സജീവമായി ഇടപെടാൻ ദൈവത്തിന് കഴിയുന്നത് പ്രവാചകന്മാർ മുഖാന്തരമായിരുന്നു എന്ന് നമുക്കറിയാം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയുടെ സാംസ്കാരികപരമാകട്ടെ മതപരമാകട്ടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയും ഒരുപോലെ സാരമായി ബാധിക്കുന്ന സകല വിഷയങ്ങളിലൂടെയും ദൈവത്തിന് ഇടപെടാൻ കഴിയുന്ന ഏറ്റവും പ്രബലമായ വാക്കുകളായിരുന്നു, ദൈവത്തിന് നാവായി തന്നെ വർത്തിച്ച വ്യക്തികളായിരുന്നു പ്രവാചകന്മാർ എന്ന് പറയുന്നത്. ആരുടെ മധ്യവർത്തിയായി? ദൈവത്തിനും മനുഷ്യനും മധ്യവർത്തിയായി ദൈവത്തിന്റെ കാര്യങ്ങൾ മനുഷ്യനോട് വിളിച്ചു പറയുന്നവർ, അവരാണ് പ്രവാചകന്മാർ. ഇനി അവർ പറയുന്ന വാക്കുകൾ വിശുദ്ധ രേഖ, ആധികാരിക രേഖയായി ജനം തിരിച്ചറിഞ്ഞിരുന്നു. ഒരു ഒരു സമൂഹം കൃത്യമായി മുൻപോട്ട് പോകാൻ ധാർമ്മികപരമായി, ആത്മീയപരമായി മാത്രമല്ല, ധാർമ്മികപരമായി, നിയമപരമായി, പിന്നെ സാംസ്കാരികപരമായി, മതപരമായി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ സമസ്ത മേഖലയും ഒരുപോലെ ബാധിക്കുന്ന സമസ്ത വിഷയങ്ങളെയും ശരിയായ നിലയിൽ പങ്കുവെക്കുകയും
ഒരു ദൈവിക ഒരു പ്രമാണം ആധികാരിക രേഖയായി ആ സമൂഹം സ്വീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്, മുൻപോട്ട് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആധികാരിക രേഖയായി സ്വീകരിച്ചിരുന്നത് പ്രവാചകന്മാരുടെ വാക്കുകളായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സുവിശേഷം ഒരു പുതിയ ആശയമല്ല, മനുഷ്യന്റെ സങ്കല്പങ്ങളല്ല, മറിച്ച് പഴയ നിയമകാലം മുതലേ പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ചിരുന്ന ദൂതാണ് വാസ്തവത്തിൽ സുവിശേഷം. മറ്റൊരു പദം കൂടി ഞാൻ ലളിതമായിട്ട് ഒന്നുകൂടി വളരെ ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷം ദൈവത്തിന്റെ മനസ്സാണ്. നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, ലെറ്റ് ഇറ്റ് ബി മൈൻഡ് ഇൻ ബി യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ ഭാവം, ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ഹിതം, അതാണ് വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവത്തിന്റെ തീരുമാനമാണ് വാസ്തവത്തിൽ സുവിശേഷം. ദൈവത്തിന്റെ പ്രഖ്യാപനങ്ങളാണ് വാസ്തവത്തിൽ സുവിശേഷം. ഞാൻ പ്രസംഗിക്കല്ലോ കേട്ടോ, ഞാൻ ഈ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം. നിങ്ങളിങ്ങനെ ഇവിടെ കൊള്ളാമല്ലോ, കൊള്ളാം. അങ്ങനെ നിങ്ങൾ ഏലയിട്ട് പോകരുത്. ഞാൻ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ ഓരോ പദങ്ങൾ സുവിശേഷം എന്ന് പറയുന്ന ഈ വിഷയത്തിന്റെ വിശദീകരണങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സാ സുവിശേഷം, ദൈവത്തിന്റെ തീരുമാനമാണ് സുവിശേഷം, ദൈവത്തിന്റെ ആധികാരിക രേഖയാണ് സുവിശേഷം, ദൈവത്തിന്റെ ഹൃദയ വിചാരങ്ങളാണ് സുവിശേഷം. മനസ്സിലായോ? അപ്പൊ നമ്മൾ സുവിശേഷത്തെ ഒരു സാധാരണ, നമ്മൾ ഈ സുവിശേഷകൻ എന്ന് പറയാൻ പലപ്പോഴും മടിയാണ്. സുവിശേഷകൻ, നമുക്ക് സുവിശേഷകൻ എന്ന് പറയാൻ മടിയുള്ള ആളാണ്. ഞാനൊരു സുവിശേഷകനാകട്ടെ എന്ന് പറയാൻ മടി. എന്താ സുവിശേഷത്തിന്റെ ആധികാരികത ഞാൻ ഈ പറഞ്ഞത്? ഓക്കെ, ശ്രദ്ധിച്ചേ. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം തന്റെ മനസ്സ് പങ്കുവച്ചതാണ് പ്രവാചകന്മാരിലൂടെ. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം തന്റെ വിചാരങ്ങൾ പങ്കുവച്ചതാണ് പഴയ നിയമത്തിന്റെ ഏടുകളിലൂടെ. അപ്പം പ്രവാചകന്മാർ മുഖാന്തരം ഇതൊരു സങ്കല്പമോ ഒരു പുതിയ ആശയമോ അല്ല. പൗലൂസ് പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ? പൗലൂസ് റോമാലേഖനം പറയുമ്പോൾ ഈ ലേഖനം എഴുതുന്ന കാലത്ത് ശക്തമായി താത്വിക ആചാര്യന്മാർ, തത്വചിന്തയുടെ ഔന്നത്യമുള്ള ഉന്നതമായ ചിന്തയുള്ള ആളുകൾ ശക്തമായി പാർക്കുന്ന ഇടത്താണ്, അഥവാ അത്തരം ചിന്തകൾ സജീവമായി ജനത്തെ ഇങ്ങനെ പിടിച്ചുലച്ച് അവരെ ആ ചിന്തയിൽ മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടത്താണ് പൗലൂസ് ഈ കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രീക്കൻ റോമ ഗ്രീക്ക് സംസ്കാരത്തിൽ ആ പുതിയ ചിന്തകൾ ഇങ്ങനെ പ്രചരിച്ചിരുന്ന കാലത്താണ് പൗലൂസ് ഈ ലേഖനത്തിൽ ഈ വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം വാഗ്ദത്തം ചെയ്തതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, പൗലൂസ് എഴുതുന്ന കാലഘട്ടത്തിൽ കൂടുപോലെ തത്വചിന്തകൾ മനുഷ്യന്റെ മനസ്സിനെ നന്നായി മനുഷ്യന്റെ മനസ്സിൽ നന്നായി സ്വീകരിക്കത്തക്ക നിലയിലുള്ള ബുദ്ധിപരമായ തത്വപരമായ ചിന്തകൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ സന്ദേശം പറഞ്ഞവരെ ബോധ്യപ്പെടുത്തുകയല്ല, ഒരു പുതിയ അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ല, ഒരു പുതിയ ബോധ്യപ്പെടുത്തലല്ല ചെയ്യുന്നത്. മറിച്ച് ഈ ചിന്തയും ഈ സങ്കല്പവും ഒന്നുമല്ല, ഇത് ഒരു പുതിയതല്ല, മറിച്ച് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒന്നാണെന്ന് താൻ പറഞ്ഞ് അവരെ ബോധിപ്പിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഇരുന്ന, ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഉത്ഭൂതമായ സ്വയംഭൂവായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ സ്വയംഭൂവായി ഉണ്ടായ ഒരു വലിയ ചിന്തയുടെ, ഒരു ആത്മഭാരത്തിന്റെ പ്രതികരണമാണ് അല്ലെങ്കിൽ വിശദീകരണമാണ് വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കും, എന്താ സുവിശേഷം? യേശുക്രിസ്തു എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതൊരു സങ്കല്പികതയോ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ ഒന്നുകൂടി ഒരു പുനർവായനയ്ക്ക്, വിശദീകരണത്തിന് വിധേയപ്പെടുത്തുകയല്ല, മറിച്ച് ഇത് പണ്ട് മുതലേ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഇരുന്ന ഒരു പദ്ധതിയുടെ വിശദീകരണം, ഒരു പ്ലാന്, ഒരു പദ്ധതിയുടെ വിശദീകരണമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. വാക്യങ്ങളെല്ലാം എടുത്ത് പറയാൻ സമയമില്ലല്ലോ. ശ്രദ്ധിക്കുക, റോമാലേഖനത്തിൽ താൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സുവിശേഷവുമായി ബന്ധപ്പെട്ട്, ദൈവവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾ എത്ര പ്രാവശ്യമുണ്ടെന്ന് ഞാൻ പറയാം. ദൈവം എന്ന പദം 153 പ്രാവശ്യം റോമാലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 153 പദം ദൈവം. അതായത് ശരാശരി 46 വാക്യങ്ങൾ കഴിയുമ്പോൾ ദൈവം എന്ന ഒരു പദം ഉപയോഗിക്കും. ഒന്നുകൂടി ഞാൻ പറയുന്നു, ദൈവം എന്ന വാക്ക് 153 പ്രാവശ്യമാണ് റോമാലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ശരാശരി 46 വാക്യങ്ങൾ കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ദൈവം എന്ന പദം ഉപയോഗിക്കും.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗലൂസ് പറയുന്ന വാക്കുകളുടെ ആധികാരികത എന്താണെന്നും ആ വാക്കുകളുടെ ആ വാക്കുകളൊക്കെ ദൈവത്തിന്റെ തിരുഹൃദയമാണ് പങ്കുവെക്കുന്നെന്നും ഒന്നുകൂടി ഓർപ്പിച്ചുണർത്താൻ വേണ്ടിയാണ് പൗലൂസ് ഈ വാക്കുകളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത്. ഇനി ന്യായപ്രമാണം എന്ന പദം 72 പ്രാവശ്യം. നമുക്കറിയാം, ന്യായപ്രമാണവാദികളും ന്യായപ്രമാണേതരവാദികളുമുള്ള ഒരു സങ്കര സംസ്കാരമുള്ള റോമൻ സഭ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ആളുകൾ, ഇനി ന്യായപ്രമാണമില്ലാതെ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ. ഇവരുടെ മുമ്പിൽ ഈ കൃത്യമായി ദൈവമെന്ന് പറയുന്ന, സുവിശേഷമെന്ന് പറഞ്ഞ ഈ സംജ്ഞ, ഈ നാമത്തെ പരിചയപ്പെടുത്തുമ്പോൾ, ദൈവമെന്ന് പറയുന്ന ഈ സനാതനമായ ധർമ്മത്തെ പരിചയപ്പെടുത്തുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ പൊള്ളയായ അല്ലെങ്കിൽ അതിലൂടെ ദൈവം ഇടപെട്ടിട്ടും മനുഷ്യന് കൃത്യമായി ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാതിരുന്നൊരു കാലത്തിന്റെ പുഴുക്കുത്തേറ്റ മനുഷ്യന്റെ ചിന്തയെ കൃത്യമായി താൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു എന്ത് ന്യായപ്രമാണം എന്ന വാക്കിലൂടെ 72 പ്രാവശ്യം. ഇനി 65 പ്രാവശ്യമാണ് ക്രിസ്തു എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണം, സുവിശേഷം ഒരു പുതിയ തത്വചിന്തയല്ല, സുവിശേഷം ഒരു സാങ്കല്പിക കഥയല്ല. ക്രിസ്തു എന്ന് പറയുന്ന ആ കൃത്യമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട അവതാര പുരുഷന്റെ അവദാനങ്ങളോ അല്ലെങ്കിൽ ജീവിതചര്യയോ ജീവിതവാക്യങ്ങളോ ജീവിതം എന്താണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ് സുവിശേഷം. പക്ഷേ ഈ സുവിശേഷത്തിന് ഇന്നലകളിൽ ഉണ്ടായതല്ല. ക്രിസ്തു എന്ന് പറയുന്നത് ഇന്നലകളിൽ ഉണ്ടായതല്ല, ഇന്നുണ്ടായതല്ല. ഞാനത് നിങ്ങൾക്ക് വേണ്ടി എഴുതുമ്പോൾ ഞാൻ പുതുതായി പരിചയപ്പെടുത്തുന്ന ഒന്നല്ല. ക്രിസ്തു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ പുരാതനമേ പൗരാണികമായി അതായത് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ എന്ന് ഒരു രക്ഷണ പദ്ധതി മനുഷ്യനുമായുള്ള ബന്ധത്തിൽ താൻ ആരംഭിച്ചോ, താൻ അങ്ങനെ ഒരു ബന്ധം താൻ തുടക്കം കുറിക്കാൻ എന്നാരംഭിച്ചോ അന്നു മുതൽ ക്രിസ്തു എന്ന് പറയുന്ന ഒരു സത്യത്തെ പരിചയപ്പെടുത്താൻ കൂടി എന്ത് ചെയ്തു, താൻ അല്ലെങ്കിൽ താൻ പരിചയപ്പെടുത്തുന്നു എന്നാണ് ഇതിലൂടെ പൗലോസ് പങ്കുവെക്കുന്നത്. അപ്പൊ 65 പ്രാവശ്യം ക്രിസ്തു എന്ന വാക്ക്. ഇനി പാപം എന്ന വാക്ക് 48 പ്രാവശ്യം. പാപം, ലക്ഷ്യം തെറ്റിപ്പോകുന്ന ഒരു ജനത, അതാണ് പാപത്തിന്റെ സ്വഭാവം. ന്യായപ്രമാണം കൊണ്ട് ശരിയാക്കാൻ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ ന്യായപ്രമാണം കൊണ്ട് കൃത്യമായി മടങ്ങിവരവിന് വേണ്ടിയുള്ള വഴി ഒരുക്കിയിട്ട് ആ വഴിയിൽ സഞ്ചരിക്കാതെ സ്വന്തം ഇഷ്ടം തേടിപ്പോകുന്ന ഒരു ജനതയുടെ ശരിയായിരിക്കുന്ന ജീവിതത്തിന്റെ മറ്റൊരു മുഖം വെളിപ്പെടുത്താൻ പാപമെന്ന വാക്ക് 48 പ്രാവശ്യമാണ് പൗലോസ് ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പാപം എന്ന് പറയുന്നത് സാധാരണ പറഞ്ഞ് ഒന്ന് വിടാൻ പറ്റുന്ന ഒരു പദമായിട്ടല്ല, മറിച്ച് മനുഷ്യന്റെ സകല അവസ്ഥകളെയും, ഒന്നുകൂടി പറഞ്ഞാൽ മനുഷ്യൻ എന്ന വ്യക്തിയെ സാരമായി ബാധിക്കുന്ന എല്ലാ ഇടങ്ങളിലും പ്രവേശിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷമാണ് പാപം എന്ന് പറയുന്നത്. അത് ഒരു അവസ്ഥാവിശേഷം തന്നെയാണ്. അതൊരു ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും ഒരുപോലെ ബാധിക്കാൻ പറ്റുന്ന ഒരു ആശയമല്ല, മറിച്ച് അതൊരു കൃത്യമായ യാഥാർത്ഥ്യമാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അത് 48 പ്രാവശ്യമാണ് താൻ ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് എന്ന പദം 43 പ്രാവശ്യം. കർത്താവ് എന്നത് കർത്തൃത്വം നടത്താൻ, മേൽക്കോയ്മ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അധികാരത്തോടു കൂടി കർത്തൃത്വം നടത്താൻ കഴിയുന്നവനാണ് കർത്താവ്. ആ 43 പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 40 പ്രാവശ്യം വിശ്വാസം എന്ന പദം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്നത് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന പദങ്ങളുടെ ആവർത്തനമാണ്. ശ്രദ്ധിക്കുക, വിശ്വാസം എന്ന പദം 40 പ്രാവശ്യമാണ്. 40 പ്രാവശ്യം. ശ്രദ്ധിച്ചേ, എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ഉണ്ട് എന്ന് ബോധ്യമാകണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകും, അല്ലേ? ഇന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകും, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ പേരാണ് വിശ്വാസമെന്ന് ഞാൻ പല ആവർത്തി ഈ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് വാസ്തവത്തിൽ വിശ്വാസമെങ്കിൽ കണ്ട് അല്ലെങ്കിൽ അനുഭവിച്ച് തൊട്ട് മടത്ത് അല്ലെങ്കിൽ ആസ്വദിച്ച് ഒക്കെ നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുക. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് അപ്പുറമായി നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സംവേദനക്ഷമമാകണം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും ഒക്കെ ചേരുന്ന വിധത്തിൽ എന്ന് പറഞ്ഞാൽ അതിനെ കൂടി ഇല്ലായ്മ ചെയ്യാൻ, മുമ്പോട്ട് വെക്കുന്ന തർക്ക വിതർക്കങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്ന ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്.
ഞാൻ ഇന്ന് വരെ ഈ നമ്മള് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ചുള്ള കേൾവി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അവിടെ പോയിട്ടുള്ള ആളുകളുണ്ടല്ലോ. പക്ഷേ ഇന്ന് വരെ പോകാത്ത പല ആളുകളും, ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും ആ രാജ്യം ഇല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത നമ്മുടെ ഈ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ട് തൃപ്തിപ്പെടുത്തിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ഇതാണ് ശരി, ഞാൻ കണ്ടു, ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ളത് മാത്രം വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരു അരാജകത്വം നിറഞ്ഞ ചില പിടിവാശികൾക്ക് മറുപടിയാണ് വാസ്തവത്തിൽ നമുക്ക് ഒരു കാര്യത്തെ ഉണ്ടെന്ന് ബോധിപ്പിക്കുവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നു. ഇനി പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ ശ്വാസം ആരെങ്കിലും കണ്ടുണ്ട്? വായു എന്ന് ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് ഈ ഓക്സിജൻ വലിച്ച് നമ്മൾ ഒത്തേക്ക് വിടുന്ന കാര്യം കേട്ടോ, അല്ല ഈ ആന്ധ്ര കർണാടക വഴി വരുന്ന വായുവല്ല. ശ്രദ്ധിച്ചേ, ഈ സംഗതി നമ്മൾ ആരും കണ്ടിട്ടുണ്ടോ? പക്ഷെ നമുക്കറിയാം, നമ്മള് എപ്പോഴാ ഈ അത് മനസ്സിലാകുന്നത്? ചത്തു കഴിഞ്ഞാണ്, ചാകുമ്പോഴാണ് മനസ്സിലാകുന്നത്. അല്ല, നമുക്കിപ്പോ തന്നെ മനസ്സിലാകാം എൻ്റെ ജീവനുണ്ട്. ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം എന്നിൽ ഇപ്പം ആ സംഗതി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ലൈവായിട്ട് ഒരു അമ്മച്ചി മരിക്കുന്നത് ഇങ്ങനെ ലൈവായിട്ട്, ഞങ്ങൾ ഒരു അമ്മച്ചിയെ പ്രാർത്ഥിക്കാൻ കൂടി, ഞാനും ചർച്ചിലെ പാസ്റ്ററും കൂടി ഭയങ്കര സീരിയസ് ആയെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഓടിച്ചെന്ന്, ഞങ്ങൾ ചിലപ്പം സീരിയസ് ആയി മരണ അവസ്ഥയിലായി. പെട്ടെന്ന് അമ്മച്ചിയെ വൃത്തിയാക്കി കിടത്തി പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അമ്മച്ചിയുടെ കണ്ണടയുന്നു, പിന്നെ കാലിന്റെ ചലനം അവസാനിക്കുന്നു. അവസാനം ഈ കൈ ഇങ്ങനെ ഈ കൈയുടെ അറ്റം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക, എങ്ങനെ മരിക്കുന്ന എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാകുന്നതുകൊണ്ട്. നമ്മൾ മരിക്കും നമുക്ക് അറിയാമെങ്കിലും പിന്നെ ആരോട് പറയാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇതൊന്ന് പറയണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കൈയുടെ അറ്റം, ഈ വിരലിന്റെ ഏറ്റവും അറ്റം വരെ ഇങ്ങനെ അനങ്ങി. നമ്മൾ ഈ ശ്വാസം ഉണ്ടെന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാണ്. അല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ ബോധ്യമാകുക. ആരെങ്കിലും പറയുമോ എനിക്ക് ശ്വാസമില്ല കേട്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഞാനത് ഖരമാണോ വാതകമാണോ ദ്രാവകമാണോ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇരുന്നെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് എനിക്കത് കണ്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഞാൻ വിശ്വസിക്കൂ എന്ന് ആരെങ്കിലും വാശി പിടിച്ചാൽ അവരെ പോലെ ലോകമണ്ടന്മാർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട്, നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ട് വിധി എഴുതുന്നതിനപ്പുറമായി നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് നൽകുന്ന ഉറപ്പുണ്ട്, ഇത് ഉണ്ട് എന്നത്. അതാണ് വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇന്ന് വരെയും യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ആകെ കാണുന്നത് ഞങ്ങളുടെ കോട്ടയത്തെ ശീമാറ്റുന്നത് അതിന്റെ കലണ്ടർ വഴിയാണ്. ആ കലണ്ടർ കൊണ്ട് വിദ്യ തൂക്കും, കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ടൊന്ന് ആടും യേശു, പിന്നെ എന്ത് ചെയ്യും, ഇവിടുന്ന് കാറ്റടിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ആടും. ഇങ്ങനെ ഭിത്തിയെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങുന്ന യേശുവിനെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് ഞാൻ കണ്ടുണ്ട്, ഒരു ഫോട്ടോ. പിന്നെ അയ്യപ്പാശന്റെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു, വേറെ വല്ല പൂവോ കായോ തന്നതാൻ പറഞ്ഞു. കാരണം ഞാൻ കൊണ്ട് വീട്ടിൽ തൂക്കും, കാറ്റടിക്കുമ്പോൾ എൻ്റെ യേശു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാ ആടുന്നത്, ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഊഞ്ഞാലാടുന്നത് കാണാൻ എനിക്ക് ഒരു മാനസികാരോഗ്യം ഇല്ല എന്നുള്ളത് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, അതാണ് വാസ്തവത്തിൽ യേശു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്? അല്ല. ശ്രദ്ധിച്ചേ, ഞാൻ എൻ്റെ ചങ്ക് തകരുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഞാനില്ലേ കൂടെ എന്ന് പറയുന്ന ഒരാൾ. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ മന്ത്രണം, ഞാൻ വായിക്കുന്നത് ശരിയാണെന്ന് എന്നെ എപ്പോഴും ബോധ്യപ്പെടുത്തുന്ന ഒരാൾ. നിങ്ങൾ അറിഞ്ഞ പോലെയല്ല ഞാൻ യേശുവിനെ അറിഞ്ഞത്, ഞാൻ അറിഞ്ഞ പോലെയല്ല നിങ്ങളും യേശുവിനെ അറിയുന്നത്. നിങ്ങൾക്ക് അനുഭവമാകുന്നത് ഒരു തരത്തിൽ, മറ്റൊരു തരത്തിലാണ് എനിക്ക് അനുഭവമാകുന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായി ഞാൻ ഇന്ന് വരെയും നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല എങ്കിൽ പോലും ക്രിസ്തു എന്ന് പറയുന്ന എൻ്റെ രക്ഷണ്യ പദ്ധതിയുടെ മൂർത്തീഭാവമായിരിക്കുന്ന ആ ദൈവത്തെ, എൻ്റെ ആരാധന മൂർത്തിയെ എനിക്ക് കൃത്യമായി അറിയാൻ പറ്റുന്നത് എൻ്റെ ഇന്ദ്രിയങ്ങൾ എനിക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. അഥവാ എന്നോടൊപ്പം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സങ്കടപ്പെടുമ്പോൾ, ഞാൻ ഉറക്കെ കരയുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ മൗനമായി ഞാൻ സംഭാഷിക്കുമ്പോൾ എന്നോടൊപ്പം ഇങ്ങനെ സംഭാഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി എനിക്ക് അനുഭവമാകുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ പേരാണ്. ഇത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. ഞാൻ പലപ്പോഴും പറയും, ശ്വാസമുള്ള എല്ലാവർക്കും ഉള്ളതല്ല വിശ്വാസം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ വാക്യങ്ങൾ ഞാൻ അത്രയും പറയാൻ കാര്യം, ഈ പദങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പൗലോസ് വെറുതെ ഉപയോഗിക്കുകയാണോ? ഇരിക്കട്ടെ, എഴുതി വന്നപ്പോൾ ഒരു പദം ഇരിക്കട്ടെ, അല്ല, മറിച്ച് ഇത് ആർക്കാ എഴുതുന്നത്?
ഒരു സങ്കര സംസ്കാരമുള്ള ജാതീയ പശ്ചാത്തലമുള്ള ന്യായപ്രമാണത്തിന്റെ പ്രാണാതാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ കൃത്യമായി ആ പ്രമാണമാണ് ശരി, ഇനി ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഒക്കെ സഭയുടെ അംഗങ്ങളല്ല, പക്ഷേ ന്യായപ്രമാണത്തെ ഉയർത്തിപ്പിടിച്ച് ഇന്നും ശരിയാണെന്ന് പറഞ്ഞു നിൽക്കുന്നവരുടെ മുമ്പിൽ പ്രമാണത്തിനപ്പുറമായി മനുഷ്യന്റെ ഉള്ളിൽ വാസം ചെയ്യാൻ, അവനെ ഗ്രഹമാക്കി തീർക്കാൻ, അവന്റെ ഉള്ളിൽ ഒരു ക്ഷേത്രം പണിതിട്ട് അവന്റെ ഗാത്രത്തെ ക്ഷേത്രമാക്കി തീർക്കാൻ കഴിയുന്ന, അവന്റെ ആ ക്ഷേത്രത്തിന്റെ കോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന ഒരു ആരാധനമൂർത്തിയാണ് വാസ്തവത്തിൽ ക്രിസ്തു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനാണ് ഈ പദങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പം, ഞാൻ എപ്പോഴും വണ്ടി എടുക്കുമ്പം എൻ്റെ മൂത്ത കൊച്ച വീട്ടിലുണ്ടെങ്കിൽ എന്ന് പറയും, സൂക്ഷിക്കണം കേട്ടോ, വൈഫാണെന്ന് പറയും, സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിച്ച് പോണേ, പതുക്കെ പോയാൽ മതി, എന്തിനാ ഈ സ്പീഡിൽ പോകുന്നത്, പതുക്കെ പതുക്കെ പോയാൽ മതി എന്നും പറയും. ഇവിടെ 10-50 അല്ല, ഞാൻ പ്രായം പറയുന്നത് വേണ്ട, നിങ്ങൾക്കൊരു ധാരണയുണ്ട് എൻ്റെ പ്രായത്തെ കുറിച്ച്. വെറുതെ പ്രായം പറഞ്ഞ് വെറുതെ അത് കളയണ്ട. അത്രയും പ്രായമായി ഈ പിള്ളേരെ കെട്ടിക്കാറായ എന്നോട് വീണ്ടും ഇറങ്ങാൻ നേരത്ത് ഇവര് വീണ്ടും പറഞ്ഞ് സൂക്ഷിച്ചു പോകണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഈ വണ്ടിയായിട്ട് പോയിട്ട് 2-3 പ്രാവശ്യം അടിച്ചു കെട്ട് വീണ് ഒരുപാട് പരുപ്പൊക്കെ ആയിരുന്നു ഒരു ശരീരം. ഇനിയും അങ്ങനെ ഒരു അപകടം ഉണ്ടാകണ്ട എന്നൊരു ചെറിയ സൂചന. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? എന്തിനാ അത് പറഞ്ഞറിയാമോ? എന്തിനാ ഇത് ഈ ഇത്രയും വാക്കുകളൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ ചില ബലഹീനതകളെ ഓർപ്പിച്ചുണർത്തുന്നത്, ഓർപ്പിച്ചുണർത്താൻ വേണ്ടിയാണ്. എൻ്റെ ഒരു സ്പീഡും അല്ലെങ്കിൽ ഞാൻ പോകുന്ന രീതിയും എൻ്റെ പുറകിലിരുന്ന് പോകുമ്പം, ഞാനിങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ തലയാട്ടി പലതും സംസാരിച്ച് തന്നെ വർത്താനം പറഞ്ഞിങ്ങനെ പോകുമ്പോൾ എൻ്റെ പുറകിരിക്കുന്ന ആളുകൾ എന്ത് തിരക്കിട്ട് അടിക്കും. വൈഫാണല്ലോ, ഇന്ന് ചിലപ്പോൾ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഉറക്ക വർത്താനം പറയുന്നതൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട് തന്നെ അറിവില്ലെങ്കിൽ. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ തലയൊക്കെ ആട്ടി ഇങ്ങനെയൊക്കെ വർത്താനം പറയാം, അന്നേരം പുറകിൽ എന്ത് ചെയ്യും, തട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇത്തരം അശ്രദ്ധ എനിക്കുണ്ട് എന്നൊരു ബോധ്യത്തിൽ ഞാൻ വണ്ടി എടുക്കുമ്പോഴേ ഇവരെന്ത് ചെയ്യും, പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തും. പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ഈ പദങ്ങളെല്ലാം ആവർത്തിച്ച് പറയുമ്പോൾ ഒരു ആവർത്തന വിരസത വായനക്കാരെ സൃഷ്ടിക്കുമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും കൃത്യമായി അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനും അവരുടെ ബലഹീനതകളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഇത്തരം പദങ്ങൾ കൊണ്ട് ആവും എന്ന ബോധ്യമുള്ള പൗലോസ് ഈ വാക്കുകളൊക്കെ കൃത്യമായി പങ്കു പറഞ്ഞു. ഇനി ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, പൗലോസ് താൻ ഉപയോഗിച്ചിരുന്ന റോമാലേഖനം 1 മുതൽ 7 വരെയുള്ള വാക്കുകൾ ദൈവത്തിന്റെ സുവിശേഷം എന്ന പദമാണ്. അത് രണ്ടാമത്തെ കാര്യം ഇനി ചിന്തിക്കുന്നു. സുവിശേഷം തന്റെ പുത്രനും നമ്മുടെ രക്ഷാവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. സുവിശേഷം എന്ന് പറയുന്നത് പൗലോസ് അറിയിക്കുന്ന സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. സുവിശേഷം എന്ന വാക്കിന് നല്ല വിശേഷം എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കോട്ടയംകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് വിശേഷം? എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിരിക്കുന്നു. ആദ്യം ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാത്രം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് അല്ല, സന്തോഷമായിരിക്കുന്നുള്ളതാണ്. തൃശ്ശൂർക്കാരോട് ചോദിച്ചാൽ പറയും നല്ല വിശേഷം. ഓരോ പ്രദേശങ്ങളിലും അങ്ങനെയാണ് അവർ വിശേഷങ്ങൾ പറയുക. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം, സദ്വാർത്ത. ഈ സദ്വാർത്ത പൗലോസിന് പറയാനുള്ളത് ആരെ കുറിച്ചെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഇനി ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു സാൻമാർഗിക പാഠാവലിയല്ല. നമ്മൾ ചിന്തിക്കും സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സാരമായി ബാധിക്കുന്ന സാൻമാർഗികമായ അവന്റെ ജീവിതത്തെ പണിയാൻ കഴിയുന്ന ചില നിയമങ്ങളുടെ വിശദീകരണങ്ങളാണ്. അല്ല, ഒന്നുകൂടി ഞാൻ പറയുന്നു, സുവിശേഷം ഒരു സാൻമാർഗിക പാഠാവലിയല്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇപ്പോഴൊന്നും അറിയത്തില്ല, ഒരു ക്ലാസ് ഒരു പീരീഡ് ഇത്തരം ഒരു പീരീഡ് പണ്ടുണ്ടായി. പിന്നീട് ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ സാൻമാർഗിക പാഠാവലി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ എങ്ങനെ വർത്തിക്കണം, ഒരു നല്ല പൗരനായി എങ്ങനെ ജീവിക്കണം, കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ മുതിർന്നവരെ എങ്ങനെ അനുസരിക്കണം, ഇങ്ങനെ ഒരുപാട് സാൻമാർഗികമായി പാലിക്കേണ്ട കടമയും കർത്തവ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാഠാവലി നമുക്കുണ്ടായിരുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞത് ജീവിതത്തിന്റെ സാൻമാർഗിക പാഠാവലിയല്ല. എന്ന് പറഞ്ഞാൽ നന്മ ചെയ്താൽ നീ സ്വർഗത്തിൽ പോകുമെന്നോ, നീ നല്ല രീതിയിൽ ജീവിച്ചാൽ, നീ ഇന്നത് ചെയ്താൽ, നീ കർമ്മമാർഗങ്ങളിലൂടെ കടന്നുപോയാൽ, ഇന്നതൊക്കെ ചെയ്താൽ നീ രക്ഷപ്പെടുമെന്ന് പറയുന്ന ഒരു സാൻമാർഗിക പാഠാവലിയല്ല. ഈ ശ്രദ്ധിച്ചേ, ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട നമ്മുടെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ സമൂഹം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് സുവിശേഷം എന്നതിന്റെ വ്യാഖ്യാനത്തിൽ.
സുവിശേഷം വ്യാഖ്യാനിക്കുമ്പോൾ അതിനകത്ത് ആഖ്യാനം അഥവാ കഥകളുടെ ഒരുപാട് ചേരുവകൾ ചേർക്കുന്നത് കൊണ്ട് പലപ്പോഴും സുവിശേഷം അതിന്റെ വ്യക്തതയ്ക്ക് വ്യതിരക്തത സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. വ്യതിരക്തത എന്ന് പറഞ്ഞാൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. എന്താ അതിനകത്ത് നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും പരോപകാരം ചെയ്യാനും സത്കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ മനുഷ്യനെ പഠിപ്പിക്കുന്ന നല്ല പാഠാവലികൾ, നല്ല പാഠങ്ങളൊക്കെ സുവിശേഷത്തിലുണ്ട്. പക്ഷേ അതൊക്കെ രക്ഷയ്ക്ക് മുഖാന്തരമാണെന്ന് പഠിപ്പിക്കുമ്പോഴാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഞാനും എൻ്റെ വൈഫും നിങ്ങൾ ഒരു 10-20-25 വർഷം മുമ്പ് അത്രയും വർഷമായി തൃശ്ശൂര് ഒരു ഹൈസ്കൂളിൽ പഠിപ്പീരും അവിടെ 5 വർഷം താമസിച്ച് പഠിപ്പിക്കുകയാണ്. അവിടെ വെച്ചാണ് നീങ്ങിപ്പോ എന്നുള്ള പാട്ടൊക്കെ എഴുതിയത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് വരും. നാട്ടിൽ വന്ന ശേഷം പ്രത്യേകിച്ച് ഞാൻ ആത്മയാത്രയിൽ ജോയിൻ ചെയ്തിട്ട് തൊട്ട് മുമ്പ് ഒരു പ്രത്യേകിച്ച് ജോലി ഒന്നും അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സംസ്ഥ ഹൈസ്കൂളിൽ അവിടെ ഒരു 6 വർഷം ഹൈസ്കൂളിന്റെ ഡീനായിട്ടും അവരുടെ രജിസ്ട്രാറായിട്ടും ട്രാൻസ്ലേറ്ററായിട്ടും അവരുടെ അസോസിയേറ്റ് മാസ്റ്ററായിട്ടും യൂത്ത് മാസ്റ്ററായിട്ടും ഇങ്ങനെ ഒരു മാസികയുടെ ചാർജ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ അത് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് പോന്നു. ആ സമയത്ത് തന്നെ ഞാൻ തൃശ്ശൂര് മിസ്ബാ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, IPCയുടെ പറവട്ടാനിയിൽ. അപ്പം നാട്ടിൽ വന്ന ശേഷം വേറെ ഹലോ കേക്കാവോ? കേക്കാം. ഓക്കെ. ഇവിടെ കറണ്ട് പോയതാണേ. ഓക്കെ. അപ്പം ആ സമയത്ത് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് നമ്മളൊരു പുതിയ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു ചെറിയ സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു ബൈബിൾ സ്കൂൾ, ഈവനിങ് ബൈബിൾ സ്കൂൾ നമ്മൾ പാമ്പാടിയിൽ ഒരു വ്യാപാര ഭവനിൽ നമ്മളൊരു റൂം എടുത്തു. അങ്ങനെ ഈവനിങ് ബൈബിൾ സ്കൂൾ നമ്മൾ ആരംഭിച്ചു. ആ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തു, ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ ഭാഗം ഒരു പുതിയൊരു മിഷൻ നമ്മൾ തുടങ്ങി, അല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങി. എലൈജ മിഷൻ എന്ന് പറഞ്ഞ ചെറിയൊരു പ്രവർത്തനം തുടങ്ങി. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ആഴ്ചത്തെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഈ ഒരു മെഡിക്കൽ കോളേജിലും കോട്ടയത്തുള്ള യാചകർക്കും മെഡിക്കൽ കോളേജിലെ ഉള്ളവർക്കും ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശനിയാഴ്ച തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ 2.5 വർഷം എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഫുഡും ഉണ്ടാക്കിക്കൊണ്ട് പോകും. ഒരു 11 മണിയാകുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും അങ്ങനെ കോട്ടയത്ത് എല്ലാ യാചകർക്കും കൊടുത്ത് അങ്ങനെ അന്ന് അവിടെ ഫുഡ് ഉച്ചയ്ക്കില്ലായിരുന്നു, പിന്നെ വൈകിട്ട് മാത്രമേ. ഇപ്പോഴാണ് ഉച്ചയ്ക്ക് എല്ലാ ഫുഡ് അവിടെ ആയി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാനത് എൻ്റെ ഒരു കടമയായിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമായിട്ടോ ഒരു ശുശ്രൂഷയായിട്ട് ഞാൻ ചെയ്തതാണ്. അതിന്റെ അർത്ഥം ആ സദ്കർമ്മം ചെയ്യുന്നതിലൂടെ ഞാൻ സ്വർഗത്തിൽ പോകാൻ ഞാൻ പ്രായോഗികമായി ഉണർത്തപ്പെടുമെന്നോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചല്ല, മറിച്ച് ഒരു സഹജീവികളെ പരിഗണിക്കണം എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ്. ഞാൻ ഈ പറഞ്ഞ താല്പര്യം, പലപ്പോഴും ഈ ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ സത്കർമ്മങ്ങളോ രക്ഷയ്ക്ക് മുഖാന്തരമാണെന്നൊരു പഠിപ്പിക്കലുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം എന്ന് പറയുന്നത് സാൻമാർഗിക പാഠാവലി അല്ല എന്ന് ഞാൻ പറയാൻ കാര്യം. സുവിശേഷം രക്ഷയുടെ ദൂതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന, അവന്റെ ഭാവിയെ സംബന്ധിക്കുന്ന, അവന്റെ മരണാന്തര ജീവിതത്തെ സംബന്ധിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കൃത്യമായി അവൻ എന്താണെന്ന് അവന്റെ മൂല്യത്തെ സംബന്ധിക്കുന്നതൊക്കെയാണ് വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയുന്നത്. മരണം കൊണ്ട് അസ്തമിക്കാത്ത ഒരു ജീവിതമുണ്ട് എന്ന് അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിലുള്ള ആ സന്ദേശമാണ് വാസ്തവത്തിൽ സുവിശേഷം, അല്ലാതെ ഒരു സന്മാർഗീയ പാഠാവലി അല്ല. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണെന്ന് താൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യം, എന്താണ് സുവിശേഷം? യേശുക്രിസ്തു ജഡം സംബന്ധിച്ചും ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചുവെന്ന് തന്റെ ആ പൗരാണികത താൻ പറഞ്ഞു ബോധ്യപ്പെടുത്തും. താൻ ആർക്ക് എഴുതുന്ന ഞാൻ പറഞ്ഞല്ലോ, റോമയിലുള്ള ആളുകൾക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ന്യായപ്രമാണം വെച്ചുകൊണ്ട് അബ്രഹാം, പിന്നെ ദാവീദ്, മോശ തുടങ്ങിയ പഴയ നിയമ പ്രവാചകന്മാരെയും ജനപ്രതിനിധികളെയും ഒക്കെ
രാജാക്കന്മാരെയും ഒക്കെ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു ജനത്തിന് മുമ്പിൽ യേശുക്രിസ്തു എന്ന സുവിശേഷത്തെ അവതരിപ്പിക്കുമ്പോൾ, അഥവാ യേശുക്രിസ്തു എന്ന തത്വത്തെ അവതരിപ്പിക്കുമ്പോൾ, യേശുക്രിസ്തു എന്ന ആ ധർമ്മത്തെ അവതരിപ്പിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു ജീനിയോളജി ഉണ്ട് എന്ന് താൻ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് തന്റെ ജഡ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ താൻ പറയാനിടയായി തീർന്നത്. ഇനി നാലാമത്തെ കാര്യം, ഈ സുവിശേഷം എന്ന് പറയുന്നത് ഈ ഒരു ജനനം കൊണ്ട് ആരംഭിച്ച് ജീവിതം കൊണ്ടും മരണം കൊണ്ട് അസ്തമിക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി താൻ നാലാമത്തെ കാര്യം പറയുന്നു. അവൻ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഈ ക്രിസ്തീയതയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ ആശയങ്ങളുടെ ആനുകാലിക പ്രസക്തി എന്ന് പറയുന്നത്, ആധികാരിക പ്രസക്തി എന്ന് പറയുന്നത്, അഥവാ ആധികാരികത എന്ന് പറയുന്നത് മരണം കൊണ്ട് അസ്തമിക്കുന്ന ഒരു ജീവിതം മരണം കൊണ്ട് അസ്തമിച്ചു പോയില്ല. അതാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ യേശുക്രിസ്തു മുൻപോട്ട് വെക്കുന്ന സുവിശേഷത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന ഈ തത്വചിന്തയുടെ, ഈ ആശയത്തിന്റെ, ഈ മൂല്യത്തിന്റെ ആനുകാലിക പ്രസക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അവതാര പുരുഷനെ പോലെ അവതാരം ചെയ്തു, ജീവിച്ചു, നന്മ ചെയ്തു, ആ കർമ്മങ്ങൾ ചെയ്തു, അവസാനിച്ചു എന്നതിനപ്പുറം അല്ല, മറിച്ച് അതിനപ്പുറം ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിൽ പോകുകയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്യുകയും നമ്മളെ ചേർക്കുമെന്നുള്ള വാഗ്ദാനം ചെയ്യുകയും ചെയ്ത നാളുകളിൽ ഇത് ഒരു ഏതെങ്കിലും ഒരു കാലഘട്ടം കൊണ്ട് അസ്തമിക്കാതെ ഒരു ചാക്രീയ പ്രക്രിയ പോലെ, എന്തുവാ, ഒരു ചാക്രീയ പ്രക്രിയ പോലെ എന്ന് പറഞ്ഞാൽ ഒരു സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ, അതിന് മലയാളമായി ഈ സൈക്ലിങ്ങിന്റെ മലയാളമാണ് ചാക്രീയ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ജനിക്കുക, ജീവിക്കുക, മരിക്കുക, വീണ്ടും ജനിക്കുക, പിന്നെ വീണ്ടും ജീവിക്കുക, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സായിട്ട്, ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. അതാണ് ഈ സുവിശേഷത്തിന്റെ ആനുകാലിക പ്രസക്തി. ഇനി ശ്രദ്ധിച്ചേ, വിശുദ്ധിയുടെ ആത്മാവെന്ന് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ട വ്യക്തിയാണെന്നും താൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിച്ച്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തോലികത്വവും പ്രാപിച്ചിരിക്കുന്നു. പൗലോസ് തന്റെ സ്വന്തം ജീവിതത്തിന്റെ ആധികാരിക ഇതൊക്കെ പറയുമ്പോൾ താൻ എന്തുകൊണ്ടാണ് ഇത്ര ഓതന്റിസിറ്റി തന്റെ ലൈഫിനെ സംബന്ധിച്ച്, തന്റെ അപ്പോസ്തോലികത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഓതന്റിസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആധികാരികത ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നു എന്ന് പൗലോസ് പറയുകയാണ്. എന്റെ അപ്പോസ്തോലിത്വം എങ്ങനെയാണ്, ഞാൻ എങ്ങനെ അപ്പോസ്തലനായി എന്ന് കൃത്യമായി പൗലോസ് ഇവിടെ ഈ സുവിശേഷം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് താൻ പറയുന്നു. എന്താ അറിയാമോ, താൻ തന്റെ അപ്പോസ്തോലികത്വം കൃപയാൽ വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന് കൃപയാൽ അപ്പോസ്തോലികത്വം എന്ത് ചെയ്തു, താൻ പ്രാപിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു ഡയറക്റ്റ് ആയിട്ട് ക്രിസ്തു സ്ഥാപിച്ച അപ്പോസ്തലൻ നിയമിച്ച ആളല്ല പൗലോസ് എന്ന് പറയുന്നത് അപ്പോസ്തലനായി, മറിച്ച് ഏതെങ്കിലും അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാലോ അവരുടെ തെരഞ്ഞെടുപ്പിനാലോ നിർണയിക്കപ്പെട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത വ്യക്തിയല്ല പൗലോസ് എന്ന് പറയുന്നത്, മറിച്ച് കൃപയാൽ തന്റെ അപ്പോസ്തോലികത്വം വന്നു ചേരുകയായി. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പോസ്തോലികത്വം വന്നു ചേരുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കൃപയാൽ ക്രിസ്തുവിനിൽ ആയിത്തീർന്നു എന്ന് പറയുന്നത് പോലെ, നമ്മളൊക്കെ ഈ സുവിശേഷത്താൽ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ നമ്മളിലേക്ക് ഇത് എത്തിച്ചേരുകയായിരുന്നു, വന്നു ചേരുകയായിരുന്നു. ഇവിടെ പൗലോസ് 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ 2 കാര്യങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് അറിയാമോ? എന്തിനു വേണ്ടിയാണ് എന്റെ അപ്പോസ്തോലികത്വം? എന്തിനു വേണ്ടിയാണ്? ഒന്ന്, സകല ജാതികളെയും എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. 2, വിശ്വാസത്തിൽ അനുസരണത്തോടുകൂടി അവിടെ അനുസരണം വരുത്തേണ്ടതിനും. ഈ 2 കാര്യങ്ങളാണ് പൗലോസ് തന്റെ അപ്പോസ്തോലികത്വം സംബന്ധിച്ച് പറയുന്നത്. ഒന്ന് എന്താണെന്നറിയാമോ? സകല ജാതികളെയും സുവിശേഷം അറിയിക്കുക. 2ാമത് വിശ്വാസത്തിന് അനുസരണം വരുത്തുക. ഈ 2 കാര്യമാണ് 1-6 പറഞ്ഞു. ഈ 6ാമത്തെ കാര്യം പറയാം. 6ാമത്തെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചിന്ത കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പെട്ടെന്ന്. സകല ജാതികളും, സകല നേഷ്യൻസ് എന്നതിൽ ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട റോമിലെ യഹൂദ വിശ്വാസികളും ജാതികളും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ താൻ എഴുതുമ്പോൾ താൻ പറഞ്ഞ കാര്യം സകല ജാതികളും.
1:6 ജാതികൾ എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് എത്തിനോസ് എന്ന വാക്ക്. എത്തിനോസ് എന്ന വാക്കിന്റെ അർത്ഥം രാജ്യം, വർഗം, ജനസമൂഹം, യഹൂദേതര മതവിശ്വാസികൾ, ജാതീയ എന്നിവർ. 1:6. അതേ ട്രൈബ്, നേഷ്യൻസ്, പീപ്പിൾ ഗ്രൂപ്പ്, ഹീതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വാക്ക് ജനസമൂഹം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സുവിശേഷം എന്നതിന് വേർതിരിവുകളില്ല, പുകഴ്ചകളില്ല, ഇകഴ്ചകളില്ല. എന്ന് പറഞ്ഞാൽ യഹൂദനും ജാതിയും സുവിശേഷം സംബന്ധിച്ച് ഒരുപോലെയാണ് എന്ന് താൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ സകല ജാതികളും, ജാതികൾ എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് എത്തിനോസ് എന്ന വാക്കാണ്. എത്തിനോസ് അതിന്റെ അർത്ഥം രാജ്യം, വർഗം, ജനസമൂഹം, ജാതീയർ. അപ്പം അതായത് ട്രൈബ്, നേഷൻ, പീപ്പിൾ ഗ്രൂപ്പ്, ഹീതൻ. അപ്പം ഇത് വ്യത്യാസമില്ല എന്നുള്ളതാണ് പൗലോസ് തന്റെ വാക്കിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. അപ്പം ഈ ഇത്രയും 6 കാര്യങ്ങളാണ് സുവിശേഷം സംബന്ധിച്ച് പൗലോസ് മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രസക്തമായ കാര്യം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇവിടെ കണ്ടുപോയി നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും നോട്ടുകൾ ഞാൻ അടുത്ത ദിവസം തരുന്നതായിരിക്കും. നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മളങ്ങനെ പഠിപ്പിച്ച് പോകുകയാണെങ്കിൽ എപ്പം തിരുവെന്ന് എനിക്കറിയില്ല, എങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ ഇടയാകണം. അതുകൊണ്ടാണ് വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് സഹായിച്ചുവല്ലോ. പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. തന്റെ കഴിഞ്ഞ ക്ലാസിന്റെ നോട്ട്സ് നാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ പിന്നീട് ഇടുന്നതായിരിക്കും. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ ജോർജ് വർഗീസ് ക്രിസ്റ്റോളജി ക്ലാസ് എടുക്കുന്നതായിരിക്കും. നമ്മുടെ മാത്യു പി തോമസിന് അത്യാവശ്യമായി എന്തോ കമ്മിറ്റി മീറ്റിങ്ങോ IPCയിൽ ഇപ്പോൾ പല പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. അത് സംബന്ധിച്ച് തന്റെ ലോക്കൽ സഭയിൽ എന്തോ കമ്മിറ്റി മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ലേറ്റ് ആകാൻ സാധ്യതയുണ്ട് എന്ന് അറിയിച്ചത് കൊണ്ട് നമ്മൾ നാളത്തെ ക്ലാസ് ജോർജ് വർഗീസ് എടുക്കുന്നതായിരിക്കും. തന്റെ ക്ലാസ് വെള്ളിയാഴ്ച നടത്തപ്പെടും. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഉത്സാഹത്തിനും നന്ദി. പുതുതായി പല പ്രിയപ്പെട്ടവരും ഇന്നലെയൊക്കെ ജോയിൻ ചെയ്യുവാൻ ഇടയായി തീർന്നു. എല്ലാവരെയും ഞങ്ങൾ അഗാപ്പ ഓൺലൈൻ ബൈബിൾ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവവചനം, നാം ഒരുമിച്ചുള്ളതായ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് അവസാനമായി ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആന്റി തുടങ്ങിയിട്ട് ലെഫ്റ്റ് ആയോ അതോ വേറെ ആരെങ്കിലും പ്രാർത്ഥിച്ചാട്ടെ? നെറ്റിന്റെ പ്രോബ്ലം എന്ന് കരുതുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ക്രിസ്തയേശുവിൽ ഞങ്ങൾ അളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗപിതാ നല്ല ദൈവമേ, എല്ലാ സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ ക്ലാസ് കർത്താവേ ചന്തവും ഭംഗി ഉചിതവുമായി ഹല്ലേലൂയ സ്തോത്രം പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ഹല്ലേലൂയ ദാസനെ കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. കടന്നു വന്ന ഹല്ലേലൂയ അടിയങ്ങളെ എല്ലാവരെയും കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. അടിയങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ കർത്താവ് പ്രകാശിപ്പിക്കുമാറാകണമേ. പഠിപ്പിക്കുന്നതെല്ലാം കർത്താവെ ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് ഹല്ലേലൂയ അടിയങ്ങളോട് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലീഡിയാൻ ദാസനെ കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ചിറകൻ മറവിൽ എല്ലാവരെയും കർത്താവ് മറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നത്തെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പഠനം കർത്താവെ എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും
ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവവചനം പഠിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് 9 മണിക്ക് വീണ്ടും നമുക്ക് കാണാം. ദൈവം എല്ലാവരെയും